ആണ്. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ 1970-കളുടെ കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തോത് അല്ലെങ്കിൽ ജനസംഖ്യയിൽ എത്ര പേരാണ് ദരിദ്രർ എന്ന് ഔദ്യോഗികമായിട്ട് നമ്മൾ കണ്ടത് ഒരു കലോറി ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ട ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 59% ദാരിദ്ര്യം കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യ സർക്കാർ തന്നെ കണക്കാക്കിയിട്ടുള്ളത്. അന്ന് ഉത്തർപ്രദേശിൽ 56% ദാരിദ്ര്യമുള്ളൂ, ബീഹാറിൽ 61% ദാരിദ്ര്യമുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് 59%, ബീഹാർ 61%, ഉത്തർപ്രദേശ് 56%. അപ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറിനും ഇടയ്ക്കായിരുന്നു കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 80-കൾ 90-കളൊക്കെ ആകുമ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് കേരളത്തിലെ വരുമാനങ്ങൾ വളരുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ ഭൂപരിഷ്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ കണ്ടു തുടങ്ങുന്നു. കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കുന്നു, വ്യവസായ ഉൽപ്പാദനം വർദ്ധിക്കുന്നു, പിന്നെ ഗൾഫിൽ നിന്നൊക്കെയുള്ള പുറംപണം വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്വ സംവിധാനം വലിയ രൂപത്തിൽ വികസിക്കുന്നു. ക്ഷേമനിധികൾ ഉണ്ടാകുന്നു, ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാകുന്നു, പെൻഷൻ ഉണ്ടാകുന്നു, വിധവാ പെൻഷൻ ഉണ്ടാകുന്നു, ഭിന്നശേഷി പെൻഷൻ ഉണ്ടാകുന്നു, കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രൂപത്തിലുള്ള സാമൂഹ്യ സുരക്ഷിതത്വ ഒരു വലയം നമുക്ക് ഇവിടുത്തെ ദരിദ്രർക്കിടയിൽ തീർക്കാനായിട്ട് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രൂപത്തിലുള്ള ദാരിദ്ര്യത്തിൻ്റെ കുറവ് 80-കൾ മുതൽ കേരളത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ 2011 ആകുമ്പോൾ നമുക്ക് ഏകദേശം 7% ദാരിദ്ര്യമേ കേരളത്തിൽ ഉള്ളൂ എന്ന സ്ഥിതി ഉണ്ടാകുന്നു. ആ 7% കേരളത്തിലുണ്ടായ സമയത്ത് ഇന്ത്യയിൽ 22% ദാരിദ്ര്യമുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ 2022-23 എന്ന ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനൊരു ചാട്ടം നടത്തുന്നത് അതിന് ഇടയ്ക്ക് സർവേകൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ 2022-23 മറ്റൊരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സർവേ നടത്തിയത്. അതുകൊണ്ട് 2011 അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഒരു കേവല സംഖ്യ എന്ന രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1.3% മാത്രമാണ് കേരളത്തിലെ ദാരിദ്ര്യം, അതിദാരിദ്ര്യമല്ല ദാരിദ്ര്യം എന്നാണ് കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ സമയം തന്നെ നീതി ആയോഗും ഓക്സ്ഫോർഡ് സർവകലാശാലയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ സൂചിക അനുസരിച്ച് 0.55% ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ ദരിദ്രരെന്ന് അവർ പറയുന്നു. അപ്പോൾ 1% അടുത്താണ് ദാരിദ്ര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സമയത്ത് നമ്മുടെ പ്രതിശീർഷ വരുമാനം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. ഈ പ്രതിശീർഷ വരുമാനം ഒരു മുതലാളിത്ത സമൂഹത്തിൽ, കേരളം ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമൊന്നുമല്ലല്ലോ, കേരളം ഒരു മുതലാളിത്ത സമൂഹമാണ്. ഇന്ത്യ എന്ന മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുതലാളിത്ത സമ്പദ്ഘടനയും സമൂഹവും തന്നെയാണ് കേരളത്തിലും ഉള്ളത്. ഇവിടെയും സ്വകാര്യ വ്യവസായത്തിൻ്റെയും സ്വകാര്യ മൂലധനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വികസനം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ള വ്യത്യാസം നമ്മൾ ഈ പ്രക്രിയയിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ചുറ്റും നമ്മൾ തീർത്തിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ സുരക്ഷിതത്വ വലയം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അസമത്വത്തിൻ്റെ വലിയൊരു വർധനവ് കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ അസമത്വം ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. കാരണം വളർച്ച നടക്കുമ്പോൾ കേരളത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആ വളർച്ച ഉണ്ടാകുമ്പോൾ ആ വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു അസമത്വം ഉണ്ട്. അതിന് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ അസമത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പിന്നോട്ട് പോക്കുകൾ ഉണ്ടായിട്ടുള്ളത്. സമൂഹത്തിലെ ഒരുപാട് വിഭാഗങ്ങൾ ഈ വളർച്ചയുടെ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് ഈ കൂടുതൽ തൊഴിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഒരുപാട് തൊഴിലില്ലായ്മ ഇവിടെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നോക്കം പോയിട്ടുള്ള ആൾക്കാർ നോക്കൂ, അവർ കേരളത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബീഹാറിലെയോ ഉത്തർപ്രദേശിലെയോ ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തിയേക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ്. എല്ലാ കണക്കുകളും നമ്മളോട് പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിലെ വരുമാനം അല്ലെങ്കിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ ഒരു ശരാശരി വരുമാനക്കാരൻ്റെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഒരു കേവലമായ രീതിയിൽ ഇതിനെ കാണാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ കേരളത്തിൽ ദാരിദ്ര്യം എത്ര, അസമത്വം എത്ര എന്ന് നോക്കുമ്പോൾ അത് നമ്മൾ ആപേക്ഷികമായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ധനികനാര്, കേരളത്തിൽ പണമുള്ളവനാര്, കേരളത്തിൽ പണമില്ലാത്ത ആളാര് എന്നുള്ള ഒരു ആപേക്ഷികത്വത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമാണ് കേരളത്തിലെ അസമത്വത്തെ നമുക്ക് അളക്കാനായിട്ട് കഴിയുക. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ അസമത്വമുണ്ട്, വളരെ വർദ്ധിതമായ അസമത്വമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടായാലും, വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും, IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വലിയ ഉയർന്ന ശമ്പളമുള്ള ഒരുപാട് പേര് വ്യാപാരത്തിലുമൊക്കെ ഉള്ളവർ അവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ കിട്ടാത്ത, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള, ഞാനിപ്പോൾ എത്രയാണെന്ന് ഓർക്കുന്നില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് നഴ്സുമാരുടെ ഒരു സമരം നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ഒരു മാസം 8,000 രൂപയോ മറ്റോ മാത്രമാണ് അവർക്ക് ശമ്പളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ആശാ വർക്കർമാരുടെ സമരം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അവർക്ക് ഓണറേറിയവും മറ്റും നൽകുന്നത് എങ്കിൽ പോലും അവർക്ക് ഒരു മാസം കിട്ടുന്നത് ഏകദേശം 14,000 രൂപയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ 14,000 എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകദേശം ഇരട്ടിയോളം വരുമെങ്കിലും കേരളത്തിൻ്റെ ജീവിത നിലവാരം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ധനികൻ്റെ ജീവിത നിലവാരം ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ എടുത്താൽ ആ ആൾ ദരിദ്രനാണ്, അല്ലെങ്കിൽ ആപേക്ഷികമായി നോക്കിയാൽ ദരിദ്രനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഓരോ സമൂഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള ബെഞ്ച് മാർക്കുകൾ ഉണ്ടാവും. ആ നിലയിൽ നോക്കുമ്പോൾ കേരളത്തിൻ്റേതായിട്ടുള്ളൊരു ബെഞ്ച് മാർക്കുണ്ട്. അത് ബീഹാറിൻ്റെയോ ഉത്തർപ്രദേശിൻ്റെയോ ബെഞ്ച് മാർക്കിനേക്കാൾ വളരെ ഉയർന്ന ഒരു ബാറാണ്, വളരെ ഉയർന്ന ഒരു ബെഞ്ച് മാർക്കാണ്. അങ്ങനെ വേണം നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതിയെ വിലയിരുത്താൻ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള മുതലാളിത്ത വളർച്ചയുടെ ഭാഗമായിട്ട് അസമത്വം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാത്ത ജനവിഭാഗങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ അടുത്ത ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ നമ്മൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രൂപത്തിൽ ഒരു ഭരണകൂട സംവിധാനം നമുക്ക് ആവശ്യം വേണ്ടത്. മലയാളത്തിൽ നമ്മളതിനെ ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കാറുണ്ട്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറണം. ചൈന 2048 ആകുമ്പോൾ ഞങ്ങളൊരു പൂർണ്ണ ക്ഷേമരാഷ്ട്രമാകും എന്നാണ് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അത് അവർ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നതിന് അവർ കൊടുത്തിട്ടുള്ളൊരു നിർവചനം വളരെ ഉയർന്ന ഒരു നിർവചനമാണ്. എല്ലാവർക്കും വീട്, തൊഴിൽ, ആവശ്യം വേണ്ട വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ കൂട്ടി വെച്ചുകൊണ്ടുള്ള ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് അവർക്കുള്ളത്. കേരളത്തിൽ അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റൊരു തരത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഏറ്റവും വേഗത്തിലേക്ക് നടക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കേരളം തന്നെയാണ്. ആ ഒരു സങ്കല്പത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പിന്നാക്കം പോയിട്ടുള്ള ജനവിഭാഗങ്ങളെ കൂടുതലായി ഉൾച്ചേർത്തുകൊണ്ട് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം. ക്ഷേമരാഷ്ട്ര സംവിധാനം നമ്മളിവിടെ ഒരുക്കണം. അതായിരിക്കണം നമ്മുടെ അടുത്ത 5 അല്ലെങ്കിൽ 10 വർഷത്തെ ഒരു ലക്ഷ്യം. പക്ഷെ അത് വെറും സർക്കാർ സഹായങ്ങൾ കൊടുത്തുകൊണ്ടാവരുത്, മറിച്ച് അവർക്ക് തൊഴിലുകൾ നൽകിക്കൊണ്ടാവണം. അവരെ ഉൽപ്പാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഭാഗവാക്കാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു നയമാറ്റം നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമ്മുടെ ഉൽപ്പാദന മേഖല വളരണം, നമ്മുടെ കാർഷിക മേഖല വളരണം, നമ്മുടെ വ്യവസായ മേഖല വളരണം, IT മേഖല വളരണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതരം ജോലികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അങ്ങനെ അവർക്ക് തൊഴിലുകൾ നൽകിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കിക്കൊണ്ടുള്ള ഒരു ക്ഷേമരാഷ്ട്ര നിർമ്മാണമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ അവർക്ക് ഒരു സാമൂഹ്യ സുരക്ഷിതത്വ വലയം നമ്മൾ തീർക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ അവർക്ക് സർക്കാരിനെ പോലും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി അവർക്ക് വേണ്ടി ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും നയങ്ങൾക്കുണ്ട്. അപ്പോൾ വളർച്ചയും വേണം, അതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ആഴത്തിലുള്ള ഒരു സ്ഥാപനവും നമുക്ക് വേണം. ഈ രണ്ടിലും ഊന്നിക്കൊണ്ടുള്ള ഒരു വളർച്ചാ രീതിയാണ് കേരളത്തിന് അടുത്ത 5-10 വർഷങ്ങളിൽ ആവശ്യമായിട്ട് വേണ്ടി വരിക. ട്രിക്കിൾ ഡൗൺ കൊണ്ട് മാത്രം അല്ല വരേണ്ടത്. ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, പണ്ടെല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണല്ലോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ആദ്യം വളരൂ, നിങ്ങളുടെ ആദ്യം GDP ഒക്കെ നിങ്ങൾ ഉയർത്തൂ, അതിനുശേഷം ആ GDP വളരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക്
നികുതി വരുമാനമൊക്കെ കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങും. ആ നികുതി വരുമാനം കൂടുമ്പോൾ അതിനെ നിങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷിതത്വം ഇതിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നൽകുക. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. അത് ചെയ്യരുത്. ഇതിനെയാണല്ലോ നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് വിളിക്കുക. പോപ്പ് ഫ്രാൻസിസ് അതിന് മറ്റൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, അവർ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് തന്നു. ആ ഗ്ലാസ്സിലേക്ക് തുള്ളി തുള്ളിയായി വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസിൻ്റെ അറ്റം വരെ, ഗ്ലാസ് നിറയുന്നത് വരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരി കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളോളം കാത്തു നിന്നു, ദശകങ്ങളോളം കാത്തു നിന്നു. അവസാനം തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണ് ആ ഗ്ലാസ് നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇനി അതിൽ നിന്ന് തുളുമ്പി പുറത്തേക്ക് വെള്ളം വീഴും, അപ്പോൾ നമുക്കൊക്കെ ആ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് ആ ഗ്ലാസ് അങ്ങ് ഇരട്ടി വലുപ്പത്തിലായി. അപ്പോൾ തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു. തുളുമ്പൽ മറ്റൊരു കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്നൊരു സംവിധാനമായിരുന്നു ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുതന്നെയാണ് നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു അടിസ്ഥാന രീതിയും. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ പല അഭിമുഖങ്ങളിലും പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്ന ഒരു സംഗതി, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫ്രീ ബി ഇക്കോണമി ആയിട്ട് മാറരുത്. അല്ലെങ്കിൽ അതൊരു മലയാളം എനിക്കറിയില്ല, ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞത് രേവടി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. ഈ മധുരം നൽകുക എന്നുള്ളതിന് പറയുന്ന ഒരു പദമാണ് ഹിന്ദിയിൽ രേവടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുന്നതിനെ, ഒരു സ്കൂളിൽ പോകുന്നതിന്, ഒരു പെൺകുട്ടിക്ക് ഒരു സൈക്കിൾ കൊടുക്കുന്നതിനെ, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു പെൻഷൻ കൊടുക്കുന്നതിനെയൊക്കെ ഇവർ വിളിക്കുന്ന ഒരു പേരാണ് ഫ്രീ ബി അല്ലെങ്കിൽ രേവടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫ്രീ ബി അല്ലെങ്കിൽ രേവടി എന്താണെന്നുള്ളതിന് ഒരു നിർവചനം ഒരിടത്തുമില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ വളരെ പ്രശ്നരഹിതമായ രീതിയിൽ ചിലരൊക്കെ അതിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എല്ലാവരും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ഈ വളരെ ദരിദ്രമായിട്ടുള്ളൊരു സമൂഹത്തിൽ, അസമത്വം വളരെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഏത് ചെറിയ സഹായവും ആ സമൂഹത്തിലെ ജനങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് എന്നുള്ളതിൽ സംശയമില്ല. സർക്കാരുകളുടെ ചെലവ് വളരെ കുറഞ്ഞു നിൽക്കുമ്പോൾ 1000 രൂപ ഒരാൾക്ക് പോക്കറ്റിലിട്ട് കൊടുത്താൽ പോലും ആ 1000 രൂപ ആ ആൾ വിപണിയിൽ കൊണ്ടുപോയി ചെലവഴിച്ച് ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ സമൂഹത്തിൽ മൊത്തത്തിൽ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെ എത്രയോ പേര് അങ്ങനെ ചെയ്യുമ്പോൾ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ വിനിമയങ്ങൾ ആ സമൂഹത്തിൽ പുതിയതായിട്ട് നടക്കുകയും അതുവഴി ആ ഒരു തരത്തിലുള്ള സാമ്പത്തിക വളർച്ചയും തൊഴിലുകളുടെ ഉൽപ്പാദനവും ഒക്കെ അവിടെ നടക്കുകയും അതിനൊരു ഗുണമുണ്ടാവുകയും ചെയ്യും സമൂഹത്തിന് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഫ്രീ ബി എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കുന്ന ഒരു സംവിധാനമുണ്ടെപ്പോഴും ഓരോ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ സംസ്ഥാനത്ത് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും അല്ലെങ്കിൽ മറ്റ് ദരിദ്ര വിഭാഗങ്ങൾക്കുമൊക്കെ ഒരു പ്രത്യേക തുക വാഗ്ദാനം ചെയ്യുന്ന രീതി ഇതേ പ്രധാനമന്ത്രി തന്നെ തുടരുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. മധ്യപ്രദേശിൽ ലാഡ്കി ബഹന എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഒരു ചെറിയ 1000 രൂപയോ മറ്റോ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥിതി. മഹാരാഷ്ട്രയിൽ 2024 ഇലക്ഷൻ നടന്നു, ലോക്സഭാ ഇലക്ഷൻ നടന്നു. അവിടെ BJPക്ക് പരാജയം സംഭവിച്ചു. അപ്പോൾ 6 മാസം കഴിഞ്ഞ് സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. ഈ സമയത്തിനിടയ്ക്ക് അവർ കൊണ്ടുവന്നതാണ് ഏകദേശം 30,000 കോടി രൂപയോ മറ്റോ പൊതുവിൽ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതി. അതായത് ലാഡ്കി ബഹന മഹാരാഷ്ട്രയിൽ അവർ കൊണ്ടുവന്ന് നടപ്പിലാക്കി. അവർക്കതിന് ഗുണം കിട്ടി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം, അത് ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു സ്കീം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയും അവർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജയിച്ചു. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെയാണ്, അതിനെ ഞങ്ങൾ ഫ്രീ ബി എന്നോ രേവടി എന്നോ വിളിക്കില്ല. പക്ഷേ നിങ്ങളെങ്ങാനും ഒരു 10 രൂപ കൊടുത്തു പോയാൽ ഞങ്ങളതിനെ ഫ്രീ ബി അല്ലെങ്കിൽ രേവടി എന്ന് വിളിക്കുമെന്നത് വല്ലാത്തൊരു ഇരട്ടത്തപ്പാണ്. അതാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രീ ബി അല്ലെങ്കിൽ രേവടി എന്നത് ഒരു സാമ്പത്തിക സങ്കല്പമോ പ്രതിഭാസമോ അല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മളിത് കണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നവും. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു സർക്കാരിൻ്റെ ഗുണഭോക്താവ് ഒരാളായി മാറുന്നത് ഓരോ പദ്ധതിയിലുമാണ്. ആ പദ്ധതിക്ക് കുറേയധികം ക്രൈറ്റീരിയ ഉണ്ടാവും അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ.
കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടത്, കേരളത്തിൽ നിങ്ങൾ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിനി അന്ത്യോദയ പദ്ധതിയുടെ ഗുണങ്ങൾ കിട്ടില്ല എന്നൊരാൾ പറയുന്നത് ഞാൻ കേട്ടു. അതിൽ തമാശ എന്ന് വെച്ചാൽ, അന്ത്യോദയ പദ്ധതിയിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ, അതായത് ദരിദ്രർ എന്ന് അവർ വിളിക്കുന്ന ആ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പറ്റം ക്ലേശ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ട്. ഭൂരഹിത കർഷക തൊഴിലാളികൾ, അങ്ങനെ കുറേ പ്രാകൃത ഗോത്ര സമൂഹങ്ങൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വിധവകൾ, അങ്ങനെ കുറേ പേരെ അതിലേക്ക് ചേർക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. ഇനിയിപ്പോൾ ഒരാൾ നാളെ വിധവ അല്ലാണ്ടായി പോയാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തെടുത്ത് എടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ആ ശേഷി ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആ പദ്ധതിയുടെ ക്ലേശഘടകങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം അവർക്ക് അതിന് അർഹതയുണ്ടോ അത്രയും കാലം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അതെങ്ങനെ നാളെ മുതൽ നിർത്തലാക്കുക? എനിക്ക് ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ പരിഹാസ്യമാണ് ആ ആരോപണം തന്നെ. അത് ഉന്നയിച്ച ചിലർ അത് അറിയാത്ത ആൾക്കാരല്ല, എനിക്കത് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. കാരണം അത്തരത്തിലുള്ള അവരുടെ പിൽക്കാലം പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊന്നും അറിയാത്ത ആൾക്കാരല്ല അവർ. പക്ഷേ അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എത്രമാത്രം പരിഹാസ്യമായിട്ടുള്ള ആരോപണമാണത്. ഒരു പദ്ധതിക്ക് കുറേ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ എത്രയും കാലം അത് അനുസരിച്ച് എലിജിബിൾ ആകുന്നുവോ അത്രയും കാലം അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കില്ലേ? നാളെ അവർക്ക് ആ ഗുണം കിട്ടാതിരിക്കണമെങ്കിൽ അത് കേരളം മറ്റൊരു ദിവസം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഗുണം എങ്ങനെയാണ് കിട്ടാണ്ടിരിക്കുക? ആ പദ്ധതി ദേശീയ തലത്തിൽ തുടരുകയല്ലേ? ആ പദ്ധതി ദേശീയ തലത്തിൽ തുടരുമ്പോൾ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു മാനദണ്ഡമുള്ളപ്പോൾ ആ മാനദണ്ഡം ഫുൾഫിൽ ചെയ്യുന്നവർക്ക് അതെങ്ങനെ കൊടുക്കില്ല എന്ന് പറയാൻ കഴിയുക? അത് ഏത് സർക്കാരിനെ പറയാൻ കഴിയുക? അതുപോലെ തന്നെ നാട്ടിൽ ഇവിടെ അഗതിരഹിത കേരളം പദ്ധതിയുണ്ട്. ഈ അഗതിരഹിത കേരള പദ്ധതി നിർത്തലാക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരാൾ ഒരു TV ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ ആശ്രയ പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറുവശത്ത് നിന്ന് ഇടതുപക്ഷത്ത് നിന്ന് പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആശ്രയ പദ്ധതി നിർത്തലാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നോ ദെൻ ഐ സ്റ്റാൻഡ് കറക്റ്റഡ് എന്ന് പറയുന്നു. ഇങ്ങനെ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ, സമൂഹത്തിൽ ഈ ചില ദരിദ്രർക്ക് ഇനിയുള്ള ചില പദ്ധതിയുടെ ഗുണങ്ങൾ ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തമ്മിലടിപ്പിക്കാൻ, തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള വല്ലാത്ത കുൽസിതമായുള്ളൊരു ശ്രമമാണ് ഈ ചിലർ കേരളത്തിൽ കുറച്ചു കാലമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തി വരുന്നത്. വളരെ പരിഹാസ്യമാണെന്ന് മാത്രമല്ല, മറ്റൊരു വാദം ഞാൻ കേട്ടത്, കേരളത്തിൽ ശരാശരി കുടുംബത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് 4-4.5 പേരാണ് ഇന്ത്യയിൽ കേരളത്തിലെ ഒരു കുടുംബത്തിലുള്ളത്. പക്ഷേ നമ്മൾ 64,000 കുടുംബങ്ങളെന്ന് പറയുമ്പോൾ 64,000 ഗുണം 4 പേര് ഉണ്ടാവണ്ടേ? പക്ഷേ 1,03,000 പേരല്ലേ ഗുണഭോക്താക്കളായിട്ടുള്ളൂ. അപ്പോൾ അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? ആ ചോദ്യം ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ നിർവചനം മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നിർവചനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആരോപണം വരില്ല. കാരണം കിടപ്പ് രോഗികൾ മാത്രമുള്ള, തൊഴിലെടുക്കാൻ കെൽപ്പില്ലാത്ത ആൾക്കാർ ആ വീട്ടിലുള്ള, അല്ലെങ്കിൽ തളർവാദം ബാധിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഭിന്നശേഷി, അതായത് മറ്റ് ഒരു ഉൽപ്പാദനപരമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയാത്ത ആളുകൾ മാത്രമുള്ള വീടുകൾ എന്നുള്ളതാണല്ലോ നമ്മളിതിൻ്റെ നിർവചനം തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നിർവചിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടാവുമോ? ഒന്ന് ആലോചിക്കണ്ടേ നമ്മൾ? ആ കുടുംബത്തിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ ഉള്ള കുടുംബങ്ങളിലാണല്ലോ ഈ സ്ഥിതി ഉണ്ടാവുക. 4 പേരുള്ള കുടുംബമാണെങ്കിൽ മിക്കതും അതിൽ ഒരാൾക്കെങ്കിലും പണിയെടുക്കാൻ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെ വരുമ്പോൾ അവർ പദ്ധതിക്ക് പുറത്താവില്ലേ? അപ്പോൾ ഈ പദ്ധതിയുടെ നിർവചനം തന്നെ ഇങ്ങനെ ആകുമ്പോൾ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടാവില്ല എന്നുള്ളതൊരു സാമാന്യ വിവരമാകണ്ടേ? 1 അല്ലെങ്കിൽ 2 പേരേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ശരാശരി നോക്കുമ്പോൾ ഏകദേശം 1,03,000 പേരുണ്ടായി. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഒരു ഇൻഫറൻസാണ്. പക്ഷെ അത് കാണാതെ ചിലർ ആരോപണം ഉന്നയിച്ചത് എനിക്ക് വളരെ സങ്കടമായിട്ട് തോന്നി. കാരണം അവരൊക്കെ ഈ കേരളത്തിൻ്റെ ചരിത്രം അറിയാത്തവരല്ല. കേരളത്തിൻ്റെ ധൈഷണിക മണ്ഡലത്തിൽ ഇത്രയും കാലം വളരെ
കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നവരാണ്. അവർ പോലും ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി.